ഇവിടെ പ്രേക്ഷകരെ ഇന്നലെ ഇപ്പം നമ്മൾ കേട്ട് ഞെട്ടിയ ഒരു സംഭവമായിരുന്നു. കൊല്ലത്ത് ഈ ആഭിചാരക്രിയയ്ക്ക് തയ്യാറാകാത്തതിനെ തുടർന്ന് ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച സംഭവം അല്ലേ. അപ്പോൾ ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. ഏരൂർ സ്വദേശിയായ മുസ്ലിയാരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും. മുസ്ലിയാരുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ഒളിവിലുള്ള പ്രതി സജീറിനായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഷമീർ അബ്ദുൾ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ ചേർന്നത്. ഷമീർ, പറഞ്ഞതുപോലെ ഇന്നലെ നമ്മളൊക്കെ കേട്ട് ഞെട്ടിയ ഒരു സംഭവമായിരുന്നു ഈ ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ചത്. പിന്നീട് അവരുടെ പ്രതികരണവും ഒക്കെ നമ്മൾ കേട്ടതാണ്. അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? സജീറിനായുള്ള അന്വേഷണം എങ്ങനെയാണ്? സേതുലക്ഷ്മി, സജീർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. സജീറിന്റെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സജീർ നിരവധി തവണ ഈ ഉസ്താദിനെ അല്ലെങ്കിൽ ഈ മുസ്ലിയാരെ കാണാനായി ഈ ഏരൂരിലേക്ക് പോയിരുന്നു. നിരവധി തവണ അവിടെ നിന്ന് മന്ത്രവാദ തകിടുകളും തൈലവും ഒക്കെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു എന്ന് പ്രാഥമികമായ മൊഴി റജില പോലീസിന് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ മുസ്ലിയാരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. അതിന് ആദ്യഘട്ടമായി ഇയാളെ പിടികൂടേണ്ടതുണ്ട്. അതായത് സജീറിനെ പിടികൂടേണ്ടതുണ്ട്. സജീറിനെ പിടികിട്ടിയില്ലെങ്കിൽ പോലും ഈ മുസ്ലിയാരുടെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മുസ്ലിയാർ ഇതിനു മുമ്പും ഇത്തരത്തിൽ മന്ത്രവാദ സാമഗ്രികൾ വീട്ടിലേക്ക് കൊടുത്തയച്ചെന്ന ഈ റജില പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവ്വം ഇത് കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് അന്വേഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ മുടി അഴിച്ചിട്ട ശേഷമാണ് ഈ മന്ത്രവാദ ചരടുകളൊക്കെ തന്നെ കെട്ടാൻ ശ്രമിച്ചത്. അതൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്? അതല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചു? സാത്താന്റെ സേവയുണ്ടെന്ന്, സാത്താന്റെ ശല്യം ഈ സ്ത്രീയുടെ ശരീരത്തുണ്ടെന്നൊക്കെ പറഞ്ഞത് ഈ മുസ്ലിയാരാണ്. അതുകൊണ്ട് തന്നെ ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആളുകളുടെ മനോനില വൈകൃതമാക്കുന്ന ഈ മുസ്ലിയാർമാരുടെ നീക്കത്തിനെതിരെ പോലീസ് എന്തായാലും ശക്തമായ നടപടിയെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ മുസ്ലിയാർ പ്രതിപ്പട്ടികയിലില്ല. ഇയാളെ പ്രതിപ്പട്ടികയിൽ ആവശ്യമെങ്കിൽ ഉൾപ്പെടുത്തുമെന്നാണ് ചടയമംഗലം പോലീസ് പറയുന്നത്. എന്തായാലും സജീർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. സജീറിന്റെ ബന്ധുവീടുകളിലും അതുപോലെ സജീറിന്റെ ടെലിഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ്. യുവതി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. യുവതിയുടെ വിശദമായ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. സേതുലക്ഷ്മി. ഓക്കെ ഷമീർ, ശരി. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രയൊക്കെ പരിഷ്കൃത സമൂഹമാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും ഒറ്റപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ടല്ലേ. ഈ ആഭിചാരക്രിയയും ബ്ലാക്ക് മാജിക്കും തുടങ്ങി കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ യുക്തിക്ക് ചേരാത്ത രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. അതിലാണിപ്പം ഒരു സ്ത്രീക്ക് അവരുടെ മുഖത്ത് മുഴുവൻ തിളച്ച മീൻകറി ഒഴിച്ച് ഇന്നലെ അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്തു. എത്രയും വേഗം പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്